ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാനുവരി 15-ന് സൗദി ഫാർമസി ടെക്നീഷ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ലാമിനാർ ഫ്ലോ ഹുഡ് ഷുഡ് ബി യൂസ്ഡ് വെൻ മേക്കിംഗ് ഹസാർഡസ് ഡ്രഗ്? ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഹുഡ്, ഓപ്ഷൻ ബി പാരലൽ ലാമിനാർ ഫ്ലോ ഹുഡ്, ഓപ്ഷൻ സി വെർട്ടിക്കൽ ലാമിനാർ ഫ്ലോ ഹുഡ് ആൻഡ് ഓപ്ഷൻ ഡി പെർപെൻഡിക്കുലർ ലാമിനാർ ഫ്ലോ ഹുഡ്. നമുക്ക് ഹസാർഡസ് ഡ്രഗ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ലാമിനാർ ഫ്ലോ ഹുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ നമുക്ക് ഓപ്ഷൻ സി വെർട്ടിക്കൽ ലാമിനാർ ഫ്ലോ ഹുഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വെർട്ടിക്കൽ ലാമിനാർ ഫ്ലോ ഹുഡിൽ എങ്ങനെയായിരിക്കും എയറിന്റെ ആ ഒരു ഫ്ലോ വരുന്നത്? ആ ഒരു എയർ അത് ഡൗൺവേർഡ് ഫ്ലോ ആണ് എയറിൻ്റെത് വരുന്നത്. ആ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പേഴ്സന്റെ അടുത്തേക്ക് എയറിന്റെ ആ ഒരു മൂവ്മെന്റ് വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഹസാർഡസ് ഡ്രഗ്സ്, കീമോ ഡ്രഗ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു ഓപ്പറേറ്ററുടെ സേഫ്റ്റി കൂടെ നോക്കണം. അപ്പോൾ ടുവേർഡ്സ് ദി ഓപ്പറേറ്റർ ആ ഒരു എയർ ഫ്ലോ വരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഓപ്പറേറ്റർക്ക് റിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഹസാർഡസ് ഡ്രഗ്, കീമോ ഡ്രഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ ലാമിനാർ ഫ്ലോ ഹുഡ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു എയർ ഫ്ലോ എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ് വരുന്നുള്ളൂ. ടുവേർഡ്സ് ദി ഓപ്പറേറ്റർ ആ ഒരു ഫ്ലോ വരുന്നില്ല. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കും അത് സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഹുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു എയറിന്റെ മൂവ്മെന്റ് അത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരിക്കും. അതായത് ഫിൽറ്റേർഡ് എയർ ബാക്ക് ടു ദി ഓപ്പറേറ്റർ ആയിരിക്കും. ആ ഒരു ലാമിനാർ ഫ്ലോ ഹുഡിന്റെ ബാക്കിൽ നിന്ന് ടുവേർഡ്സ് ദി ഓപ്പറേറ്റർ ആയിരിക്കും ആ ഒരു എയർ ഫ്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ഹസാർഡസ് ഡ്രഗ്സ് ഒക്കെ ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രഗ് പാർട്ടിക്കിൾസ് എല്ലാം ആ ഒരു ഓപ്പറേറ്ററുടെ അടുത്തേക്ക് എക്സ്പോസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഹസാർഡസ് ഡ്രഗ് ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഹുഡിൽ പ്രിപ്പയർ ചെയ്യാത്തത്. നോൺ ഹസാർഡസ് ഡ്രഗും ബാക്കി ഡ്രഗ്സ് ഒക്കെയാണ് നമ്മൾ മോസ്റ്റ് ഡ്രഗ്സും ഈ ഹൊറിസോണ്ടൽ ലാമിനാർ ഫ്ലോ ഹുഡിലാണ് പ്രിപ്പയർ ചെയ്യാം. ഹസാർഡസ് ആൻഡ് കീമോ ഡ്രഗ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെർട്ടിക്കൽ ലാമിനാർ ഫ്ലോ ഹുഡിൽ കൂടെയാണ്. ഓക്കെ, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലാമിനാർ ഫ്ലോ ഹുഡ് എന്ന് പറയുന്നത് അത് സ്റ്റാൻഡേർഡ് ടേംസ് അല്ല. നമുക്കിവിടെ മെയിൻ ആയിട്ട് ഹൊറിസോണ്ടൽ വഴി ഏതെല്ലാം പ്രിപ്പയർ ചെയ്യാം, വെർട്ടിക്കൽ വഴി ഏതെല്ലാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോമൺലി യൂസ്ഡ് ക്ലീനിങ് ഏജന്റ് യൂസ്ഡ് വിത്തിൻ ദി ഫാർമസി ആൻഡ് ഓൺ ലാമിനാർ ഫ്ലോ ഹുഡ്? ലാമിനാർ ഫ്ലോ ഹുഡിലെല്ലാം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്ലീനിങ് ഏജന്റ് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, ബി ബ്ലീച്ച്, സി ഡിഷ് സോപ്പ്, ഡി സോഫ്റ്റ് സ്ക്രബ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. നമ്മൾ കോമൺലി ഈ ലാമിനാർ ഫ്ലോ ഹുഡിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലീനിങ് ഏജന്റ് എന്ന് പറയുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ലാമിനാർ ഫ്ലോ ഹുഡിലൊക്കെ യൂസ് ചെയ്യുന്നത്. അത് USP 797, നമ്മൾ എന്താ സ്റ്റെറൈൽ പ്രിപ്പറേഷൻസിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് USP 797 എന്ന് പറയുന്നത്. അതിൽ മെൻഷൻ ചെയ്ത പ്രകാരം 70% ഓഫ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ ലാമിനാർ ഫ്ലോ ഹുഡിലെല്ലാം യൂസ് ചെയ്യുന്നത്. ബാക്കി ബ്ലീച്ച്, ഡിഷ് സോപ്പ്, സോഫ്റ്റ് സ്ക്രബ് ഇതെല്ലാം നമ്മൾ ജനറൽ ക്ലീനിങ് പർപ്പസിനായിട്ട്, ഇപ്പോൾ ബ്ലീച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കണ്ടാമിനേറ്റഡ് സർഫസസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ ഡിഷ് സോപ്പ് എന്ന് പറയുമ്പോൾ ജനറൽ ക്ലീനിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. സോഫ്റ്റ് സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹാർഡ് റെസിഡ്യൂസോ സ്റ്റെയിൻസോ ഒക്കെ ഉള്ളതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റെറൈൽ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഇഫ് ദ എക്സ്പയറേഷൻ date of the drug reads 12/2027, what is the exact expiry? Option A 11/30/2027, option B 12/31/2027, option C 12/1/2027 and option D 1/1/2028. അപ്പോൾ ഈ 12/2027 എന്ന എക്സ്പയറി എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 12th month of 2027 ആണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസംബർ 2027 ആ ഒരു ഡ്രഗ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ ആ ഒരു ഡ്രഗ് 12/27 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ദിവസം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പം ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് 12/31/2027, അതായത് 31st ഡിസംബറിലെ 31st ലാസ്റ്റ് ഡേ ഓഫ് ഡിസംബർ ആണ് നമുക്ക് ആ ഒരു ഡ്രഗിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. ആ ഒരു ലാസ്റ്റ് ഡേ വരെ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ വേറെ ഓപ്ഷൻസ് വരുന്നത്, ഇപ്പോൾ ഓപ്ഷൻ എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11th month, നവംബറിലെ ലാസ്റ്റ് ഡേ 11th of 30 എന്ന് പറയുമ്പോൾ
നവംബർ 30th. നമുക്കപ്പോൾ ഇവിടെ ഡിസംബറിലാണ് എക്സ്പയറി വരുന്നത്. അപ്പോൾ ഒരു മാസം മുന്നേ നമുക്കത് ആ ഒരു തൊട്ട് മുന്നത്തെ മാസത്തിലെ ലാസ്റ്റ് ഡേറ്റ് വരെയല്ല നമ്മളത് യൂസ് ചെയ്യാം. നമുക്ക് ആ ഏത് മന്താണോ കൊടുത്തിട്ടുള്ളത് ആ മന്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഓപ്ഷൻ സി പറയുന്നതാണ് ആ ഡിസംബറിൽ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് ഡിസംബർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡിസംബറിലെ ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ലാസ്റ്റ് ഡേ വരെ നമുക്ക് ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് ആണ് വരുന്നത്. അതായത് 2028 ജാനുവരി 1 ആണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഓൾറെഡി ആ ഒരു ഡ്രഗ് എക്സ്പയർ ആയിട്ടുണ്ട്. പിറ്റത്തെ മന്തിലേക്ക് അത് വന്നല്ലോ. അപ്പോൾ ഒരു ഡ്രഗ് ഏതെങ്കിലും എക്സ്പയറി മന്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലത്തെ ലാസ്റ്റ് ഡേ വരെ നമുക്ക് ആ ഒരു ഡ്രഗ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 31st of December ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് ഗ്യാസ് ഫോർമേഷൻ കംസ് അണ്ടർ വിച്ച് ഇൻകോമ്പാറ്റിബിലിറ്റി? ഓപ്ഷൻ എ ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി, ഓപ്ഷൻ ബി കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി, ഓപ്ഷൻ സി തെറാപ്യൂട്ടിക് ഇൻകോമ്പാറ്റിബിലിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ബയോളജിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി. നമ്മുടെ ഗ്യാസ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ആയിരിക്കും? ഇറ്റ് ഇസ് കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി. ഓക്കെ, കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റീൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഗ്യാസ് ഫോർമേഷൻ. അപ്പോൾ ഏതെങ്കിലും ഡ്രഗ്സ് സബ്സ്റ്റൻസസ് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് വഴിയാണ് അവിടെ ഗ്യാസ് ഫോം ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഗ്യാസ് ഫോർമേഷൻ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ റിലീസ് ചെയ്യുന്നത് കാരണമാണ് അവിടെ ഏതെങ്കിലും റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കാരണമാണ് അവിടെ മെയിനായിട്ട് ഗ്യാസ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇനിയിപ്പോൾ ഫിസിക്കൽ, തെറാപ്യൂട്ടിക്, ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ്? അതെന്താണ്? ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഏതിൽ വരും? ആ ഒരു ഫിസിക്കൽ ചേഞ്ചസ് ആണ് വരിക. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഇമ്മിസിബിലിറ്റി ഉണ്ട്, അതേപോലെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റിയിൽ വരുന്നതാണ്. ഇപ്പോൾ ഇമ്മിസിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ വാട്ടറും ഓയിലും മിക്സ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെ മിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഫിസിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റിയിൽ വരുന്നതാണ്. തെറാപ്യൂട്ടിക് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതിലെന്തായിരിക്കും? ഇപ്പോൾ 2 ഡ്രഗ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഡ്രഗ്സ് എന്തെങ്കിലും റിയാക്ട് ചെയ്ത് അവിടെ എന്തെങ്കിലും അൺഡിസൈറബിൾ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് തെറാപ്യൂട്ടിക് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ 2 ഡ്രഗ്സ് നമ്മൾ എടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തെറാപ്യൂട്ടിക് ഇൻകോമ്പാറ്റിബിലിറ്റിയുടെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് പറയുന്ന ബയോളജിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗോ സബ്സ്റ്റൻസോ നമ്മുടെ ബോഡി ആയിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്തെങ്കിലും അൺഡിസൈറബിൾ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഗ്യാസ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് അവിടെ ഏതെങ്കിലും ഗ്യാസ് ഫോം ചെയ്യുന്നത് വഴിയാണ് അവിടെ ആ ഒരു റിയാക്ഷൻ വരുന്നത്. അപ്പോൾ അത് കെമിക്കൽ ഇൻകോമ്പാറ്റിബിലിറ്റീൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് അബ്രിവേഷൻ ഫോർ ആസ് നീഡഡ്. ആസ് നീഡഡ് എന്നുള്ള അബ്രിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ PRN, ഓപ്ഷൻ ബി HS, ഓപ്ഷൻ സി AC, ഓപ്ഷൻ ഡി AU. ഓക്കെ, അപ്പോൾ ഇതിൽ ആസ് നീഡഡ് എന്ന് പറയുന്നതിൻ്റെ അബ്രിവേഷൻ ഏതാണ്? PRN ആണ് ആസ് നീഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ HS എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ബെഡ് ടൈം എടുക്കേണ്ടതാണ് HS എന്ന് പറയുന്നത്. AC എന്ന് പറയുമ്പോൾ ബിഫോർ മീൽസ്, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കേണ്ട മെഡിസിൻസ് ആണ് AC എന്ന് പറയുന്നത്, ബിഫോർ മീൽസ്. AU എന്ന് പറയുന്നത് ബോത്ത് ഇയേഴ്സ് ആണ്. അപ്പോൾ ആസ് നീഡഡ് എന്ന് പറയുന്നത് PRN ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് എ 30-year-old patient with asthma is already taking salbutamol but is not experiencing adequate symptom control. Which of the following drug can be added to improve her കണ്ടീഷൻസ്? ഓൾറെഡി സാൽബ്യൂട്ടമോൾ എടുക്കുന്ന പേഷ്യൻ്റ് ആണ് ആസ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്ക് ആ ഒരു സാൽബ്യൂട്ടമോൾ അതുകൊണ്ട് മാത്രമായിട്ട് അവിടെ സിംറ്റംസ് കൺട്രോൾ ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഏത് ഡ്രഗ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മോണ്ടിലൂക്കാസ്റ്റ്, ഇപ്രട്രോപ്പിയം, ടിയോഫിലിൻ, ബ്യൂഡിസോണൈഡ്. ഇതിലേതായിരിക്കും ആ സാൽബ്യൂട്ടമോളിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്ത് ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ബ്യൂഡിസോണൈഡ് ആണ് ആൻസർ വരുന്നത്. ബ്യൂഡിസോണൈഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്. അപ്പോൾ ഈ സാൽബ്യൂട്ടമോൾ, അതായത് സാബ, ഷോർട്ട് ആക്ടിങ് ബീറ്റ-2 അഗോണിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് ആൾക്ക് പ്രോപ്പർ സിംറ്റംസ് കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് നമ്മൾ അവരുടെ ആ ഒരു സിംറ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു എയർവേ ഇൻഫ്ലമേഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആ എയർവേ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആസ്മയിൽ നമ്മൾ ഫസ്റ്റ് ലൈനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബ്യൂഡിസോണൈഡ് ആണ് നമുക്ക് ഇവിടെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാൽബ്യൂട്ടമോളിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും
ഓപ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് എന്ന് പറയുന്നത്. ഇതിൽ മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ല്യൂക്കോട്രിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അത് നമ്മൾ നോർമലി ആ ഒരു ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ സാൽബിറ്റമോളിൻ്റെ ഒപ്പം കൊടുക്കുന്നതല്ല. പിന്നെ ഇപ്രാട്രോപ്പിയം എന്ന് പറയുന്നത് അതെന്താണ്, ഷോർട്ട് ആക്ടിങ് ആൻറ്റികോളിനർജിക് ആണ് ഈ ഇപ്രാട്രോപ്പിയം എന്ന് പറയുന്നത്. അത് നമ്മൾ ആസ്മ COPD യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ ആസ്മയിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ തിയോഫിലിൻ എന്ന് പറയുമ്പോൾ അതും നമ്മൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതൊരു നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ് കൂടെയാണ്. ബ്രോങ്കോ ഡയലേറ്റർ ആണ്, നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സും ആണ്. അപ്പോൾ സൈഡ് എഫക്റ്റ് റിസ്ക് എല്ലാം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ അതിനൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ഓപ്റ്റായിട്ട് വരുന്നത് എന്താണ്, നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ബ്യൂഡിസോണൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം ലോട്ട് നമ്പർ റെഫർ ടു ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്? നമുക്ക് ലോട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ദ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് ഇൻ എ കണ്ടെയ്നർ. ഓപ്ഷൻ ബി, യുണീക്ക് ഐഡന്റിഫയർ അസൈൻഡ് ടു എ സ്പെസിഫിക് ബാച്ച് ഓഫ് എ പ്രൊഡക്റ്റ്. ഓപ്ഷൻ സി, എക്സ്പിറേഷൻ ഡേറ്റ് ഓഫ് എ മെഡിക്കേഷൻ. ഓപ്ഷൻ ഡി, മാനുഫാക്ചറേഴ്സ് കോൺടാക്ട് ഇൻഫർമേഷൻ. അപ്പോൾ ലോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? It is the unique identifier assigned to a specific batch of the product. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ബാച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ലോട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ബാച്ച് റീകോൾ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ള നമ്പറാണ് ഈ ലോട്ട് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്പർ ഓഫ് ടാബ്ലറ്റ്സിൻ്റെ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡ്രഗിൻ്റെ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പിന്നെ എക്സ്പയറേഷൻ ഡേറ്റ്, മാനുഫാക്ചറഡ് കോൺടാക്ട് ഇൻഫർമേഷൻസ്, ഇതൊന്നല്ല ലോട്ട് നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു ബാച്ചിൻ്റെ സ്പെസിഫിക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു നമ്പറാണ് ലോട്ട് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ അംലോഡിപ്പിൻ 5 mg OD for 1 month, which of the following component is missing? Option A, strength. Option B, route of administration. Option C, frequency. ഓപ്ഷൻ ഡി, ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ പ്രിസ്ക്രിപ്ഷനിൽ അംലോഡിപ്പിൻ 5 mg OD for 1 month എന്ന് എഴുതിയിട്ടുള്ളതിൽ ഏതൊരു കമ്പോണൻ്റ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഡ്രഗിൻ്റെ പേര് അംലോഡിപ്പിൻ ഉണ്ട്, പിന്നെ 5 mg എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത് ആണ്. ഇനി OD, വൺസ് ഡെയിലി എന്ന് പറയുന്നത് അത് എത്ര പ്രാവശ്യം, ഒരു ദിവസം തന്നെ എത്ര നമ്മൾ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഈ OD എന്ന് പറയുന്നത്. പിന്നെ ഫോർ 1 month എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഏതൊരു കമ്പോണൻ്റ് ആയിരിക്കും മിസ്സായിട്ടുണ്ടായിരിക്കുക? അതിൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ടില്ല. അത് പെർ ഓറൽ എന്ന, ഇപ്പോൾ ഓറലി എടുക്കുന്നത് അത് ഇവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ ആ ഒരു എഴുതിയിട്ടുള്ളതിൽ ഏത് കമ്പോണൻ്റ് ആണ് മിസ്സായിട്ടുള്ളത്? റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അവിടെ മിസ്സായിട്ടുണ്ട്. അംലോഡിപ്പിൻ 5 mg പെർ ഓറൽ OD എന്ന് അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ആ ഒരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ പേഷ്യൻ്റ് വിത്ത് ഹൈ TSH ലെവൽ ഈസ് ബീങ് ട്രീറ്റഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ക്യാൻ ബി യൂസ്ഡ് ടു മാനേജ് ദിസ് കണ്ടീഷൻ? ഓപ്ഷൻ എ, ലിവോതൈറോക്സിൻ. ഓപ്ഷൻ ബി, മെത്തിമസോൾ. ഓപ്ഷൻ സി, പ്രൊപ്പൈൽതയോയുറാസിൽ. ഓപ്ഷൻ ഡി, പ്രെഡ്നിസോൺ. അപ്പോൾ ഈ ഹൈ TSH എന്ന് പറയുന്നത് ഏത് കണ്ടീഷൻ ആയിരിക്കും? ഹൈപ്പോതൈറോയിഡിസം ആണോ, ഹൈപ്പർ തൈറോയിഡിസം ആണോ എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? TSH ലെവൽ ഹൈ ആയിരിക്കും, അതേപോലെ T4 എല്ലാം കുറവായിരിക്കും. അതാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് ഹൈ TSH എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനാണ് ഈ പേഷ്യൻറ്റിനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹൈപ്പോതൈറോയിഡിസത്തിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ് നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ, ലിവോതൈറോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോതൈറോയിഡിസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ഈ ഓപ്ഷൻ ബി ആൻഡ് സി, മെത്തിമസോൾ, പ്രൊപ്പൈൽതയോയുറാസിൽ, ഇതെല്ലാം ഏത് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യൽ? ഹൈപ്പർ തൈറോയിഡിസം ട്രീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഹൈ TSH എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ആ ഒരു പേഷ്യൻറ്റിന് ഹൈപ്പോതൈറോയിഡിസം ആണ് ഉള്ളത് എന്നുള്ളത്. ഹൈപ്പോതൈറോയിഡിസത്തിൽ ഹൈ TSH ആൻഡ് ആ ഒരു T3 T4 എല്ലാം കുറവായിരിക്കും. ഇനി ഹൈപ്പർ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ TSH കുറവും T4 കൂടുതലുമായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇവിടെ ഹൈപ്പോതൈറോയിഡിസത്തിനുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ലിവോതൈറോക്സിൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദി റെക്കമെൻഡഡ് സ്റ്റോറേജ് ടെമ്പറേച്ചർ ഫോർ മോസ്റ്റ് വാക്സിൻസ്? ഓപ്ഷൻ എ, -20 to -10 degrees Celsius. ഓപ്ഷൻ ബി, 2 to 8 degrees Celsius. ഓപ്ഷൻ സി, 15 to 25 degrees Celsius.
ഓപ്ഷൻ ഡി 30 to 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പം മോസ്റ്റ്ലി എല്ലാ വാക്സിൻസിനും നമ്മൾ ഏത് സ്റ്റോറേജ് ടെമ്പറേച്ചർ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ് മോസ്റ്റ് വാക്സിൻസിൻ്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ വരുന്നത്. 2 to 8 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 36 to 46 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ മോസ്റ്റ് വാക്സിൻസിൻ്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ ആയിട്ട് പറയുന്നത്. -20 to -10 എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രോസൺ വാക്സിൻസ് ഒക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ മോസ്റ്റ്ലി നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ആ ഒരു മോസ്റ്റ് വാക്സിൻസിൻ്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. 15 to 25 എന്ന് പറയുമ്പോൾ അത് റൂം ടെമ്പറേച്ചർ ആണ്. 30 to 40 എന്ന് പറയുമ്പോൾ അത് ടെമ്പറേച്ചർ പിന്നെയും കൂടുതലാണ്. അപ്പോൾ മോസ്റ്റ് വാക്സിൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? 2 to 8 ഡിഗ്രി സെൽഷ്യസ് ഓർ 36 to ഫാരൻഹീറ്റിലാണെന്നുണ്ടെങ്കിൽ 36 to 46 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 15th of ജാനുവരിയിൽ ചോദിച്ചിട്ടുള്ള SPLEന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.